Good afternoon, everyone. Good afternoon, Miss. Good afternoon, ma'am. Ma'am. Good afternoon, ma'am. Okay. Yeah. Prayer Rajula. Okay, Miss Yana Sridevi. Chalata. Okay. Light of the world, you step down into darkness. Open my eyes, let me see. Beauty that made this heart adore you. Hope of a life spent with you. Here I am to worship. Here I am to bow down. Here I am to say that you are my God. You are altogether lovely, altogether worthy, altogether wonderful to me. Okay, Miss. Okay. Then thought of the day. Yes, ma. What you think is what you desire. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. Sign in by Ranjini. Okay. Yeah. Thank you, ma. Yeah. Okay. അപ്പൊ നമ്മള് ഏതൊക്കെയാണ്? Adjective, adverb, noun. അല്ലെ 3 ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് adverb ആയിരുന്നു അല്ലെ. ഇനി നാളെ നൗണിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു മാം. ചെയ്തു. ഏതോ ഈസി ആയിരുന്നു? യെസ് മാം. ഓക്കെ. ഇനി move on to next unit 10, the preposition. Okay, preposition ആണ് page number 100. എന്തോ പിങ്കി എന്നാണ് പ്രൊഫൈൽ. ഇതിന് പറഞ്ഞോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ആണ്? ഒന്ന് റേഞ്ച് നോക്കൂ. റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ. ഓക്കെ. അപ്പോ യൂണിറ്റ് 10 ആണ്. പ്രപ്പോസിഷൻ ആണ് അല്ലെ. ഓക്കെ. പ്രപ്പോസിഷൻ എന്താണ് അറിയാലോ? എല്ലാവർക്കും അറിയാലോ. പ്രപ്പോസിഷൻ എന്ന് കേൾക്കുമ്പോ മനസ്സിലാവില്ല എങ്കിലും കുറെ വേർഡ്സ് കാണുമ്പോ ഓക്കെ ഇതാണ് പ്രപ്പോസിഷൻ എന്ന് മനസ്സിലാവും. ഓക്കെ. A preposition is a word or a group of words that relates to other words or phrases to each other. Okay. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒന്നാണ്, ഒരു ലിങ്ക് ചെയ്യുന്ന ഒന്നാണ് പ്രപ്പോസിഷൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് വളരെ കുറച്ച് മാത്രം, കുറച്ച് അത്യാവശ്യമുള്ള നമ്മള് യൂസേജ് നമുക്ക് ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ ആ കുറച്ച് പ്രപ്പോസിഷൻ മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുള്ളൂ. ഓക്കെ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. So the most common prepositions are the following ones. Okay, കുറച്ച് prepositions കൊടുത്തിട്ടുണ്ട്. About, above, across, after, against, along, among, around, at, before, behind, below, beneath, beside, besides, between, beyond, but, by, down, during, for, from, in, inside, into, except, or of, on, out, outside, over, around, since, then, through, throughout, till, towards, under, until, up,
with, within, without. ഇതല്ലാട്ടോ ഒരുപാടുണ്ട്, കുറച്ച് മാത്രം. കുറച്ച് എന്റെ നോട്ട്സിലും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ, സെയിം ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് ഇൻ എവിടെയാണ്, ആക്ട് എവിടെയാണ്, ഓൺ, then during, then since, by, അല്ലെ ഇതൊക്കെ അറിയില്ല. ഇൻ, ഓൺ, ആക്ട് ആണ് മെയിൻ. ഇതൊക്കെ എവിടേക്കാണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രപ്പോസിഷൻ ആഡ് ചെയ്യേണ്ടത്, മിക്കവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ. ടൈം വരുമ്പോൾ എന്താണ് ആഡ് ചെയ്യുക, പ്ലേസ് വരുമ്പോൾ എന്താണ് ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസ്, എല്ലാ സെന്റൻസിലും നമ്മൾ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഒരു സെന്റൻസ് നമ്മൾ പറയുമ്പോഴും ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ അതിൽ വരാറുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ പ്രപ്പോസിഷൻ ചിലപ്പോൾ വരാറില്ല, കാരണം നിങ്ങൾക്കത് അറിയില്ല. കാരണം എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ പ്രപ്പോസിഷൻ പറയാതെ ചിലപ്പോൾ സെന്റൻസ് മേക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അത് അങ്ങനെയാണ് ഈ ഗ്രാമർ മിസ്റ്റേക്ക് വരിക എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രപ്പോസിഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും പ്രപ്പോസിഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണ് പ്രപ്പോസിഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഒരുപാട് ഇനി കുറച്ച് പ്രപ്പോസിഷൻസ് നമുക്ക് നോക്കാം. ആക്ട്, ഫസ്റ്റ് വൺ ഈസ് ആക്ട്. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ, വെയിറ്റ് സെക്കൻഡ്. Okay, take your notebook. Write down what I am saying. Okay, notebook എടുക്കുക, ഞാൻ പറയുന്നത് എഴുതാം. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, prepositions. Preposition എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുക. അതിന് എക്സ്ട്രാ നോട്ട് ഇല്ല, നമ്മൾ എഴുതിയെടുക്കണം. കാരണം ഒരുപാട് prepositions ഉണ്ട്, നിങ്ങൾ എഴുതിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. ബ്രെയിൻ കുറച്ച് ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ നമ്മൾ എഴുതിയെടുക്കുന്നതാണ്. ഓക്കെ, എഴുതിയെടുക്കുമ്പോൾ നമ്മുടെ ഒരുപാട് സെൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് അത് രജിസ്റ്റർ ആവും. മനസ്സിലായോ? ഓക്കെ, ഹെഡിങ് കൊടുക്കുക, പ്രപ്പോസിഷൻ. അത് ജസ്റ്റ് ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ എഴുതാം. പ്രപ്പോസിഷൻ ഈസ് എ വേർഡ്. Preposition is a word used to link noun or pronoun. Preposition is a word used to link. Preposition is a word used to link noun or pronoun. Noun or pronoun with other words in the sentence. With other words in the sentence. Preposition is a word used to link noun or pronoun with other words in the sentence. Okay? Preposition is a word used to link noun or pronoun with other words in the sentence. Sentence. Okay. Okay? Finished? മിസ് ഒന്നും കൂടി പറയോ? Preposition is a word. Preposition is a word used to link. Preposition is a word used to link noun or pronoun. Noun or pronoun with other words in the sentence. With other words in the sentence. Preposition is a word used to link noun or pronoun with other words in the sentence.
ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്യാത്തത് വേറൊന്നുമല്ല, കുറച്ചൊക്കെ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അതായത് ഇംഗ്ലീഷ് പെട്ടെന്ന് നിങ്ങൾ നോക്കി എഴുതുന്നതൊക്കെ നല്ലത് കേട്ട് മനസ്സിലാക്കി എഴുതണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ചെയ്യാത്തത്, വേറൊന്നും കൊണ്ടല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോ കഴിഞ്ഞോ? ഡെഫിനിഷൻ ചെയ്ത് കഴിഞ്ഞോ? Yes, ma'am. Yes. Okay. First preposition at. എഴുതിക്കോളൂ. ഹെഡിങ് at. at നമ്മൾ എവിടേക്ക് പറയും ഒന്ന് പറഞ്ഞ എല്ലാവരും. ജസ്റ്റ് ഒന്ന് എവിടേക്കാ at നമ്മൾ യൂസ് ചെയ്യാം? ടൈം കൺസിഡർ ചെയ്യാം. ടൈമിന്റെ ടൈം വരുന്നുണ്ട്. ടൈം, പ്ലേസ്, പ്ലേസ്, പ്ലേസ്. ആരും എഴുതിട്ട് കേട്ടോ, ഞാൻ പറയാം. ഓക്കെ, ടൈം ആൻഡ് പ്ലേസ്. ദെൻ ഡേ ആൻഡ് നൈറ്റ്. Okay, day and night. Okay. Yeah. ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് ടൈം എഴുതാം. ടൈം നമ്മൾ ടൈമില് അറ്റാണ് യൂസ് ചെയ്യാറ്. ടൈം ഫസ്റ്റ് ടൈം എഴുതാം. ദെൻ നൈറ്റ് പറയില്ലേ, at night, at midnight. So night or midnight എഴുതാം. അടുത്ത പോയിന്റ് നൈറ്റ് or midnight. ഈ പോയിന്റ് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ അറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അത് പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ടൈം, സെക്കൻഡ് പോയിന്റ് നൈറ്റ് ഓർ മിഡ് നൈറ്റ്. നെക്സ്റ്റ് അറ്റ് ദി മൊമെന്റ് അല്ലെ, അറ്റ് ദി മൊമെന്റ് എന്ന് പറയും. അറ്റ് ദി മൊമെന്റ്, ആ ഒരു മൊമെന്റിൽ പെർട്ടിക്കുലർ മൊമെന്റിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. സോ അറ്റ് ദി മൊമെന്റ് എന്ന് പറയുന്ന തേർഡ് പോയിന്റ് കൊണ്ട് എഴുതാം. അറ്റ് ദി മൊമെന്റ് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അറ്റ് കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞത്. At the moment. Next, at the end. At the end of എന്നൊക്കെ പറയാമല്ലോ നമ്മള്. So at the end. At the end there. Fourth option, fourth point is at the end. And fifth point, place പറഞ്ഞു അല്ലെ, place പറഞ്ഞു. So place എഴുതുന്ന പകരം correct place ആയിരിക്കണം, ആ ഒരു exact place ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്താ a specific point or exact place, exact location. You can write these three things. Okay, three examples: a specific point or exact place or exact location. Explain ചെയ്തരാട്ടോ ഞാൻ. Next, holiday. Holidays പറയാൻ നമ്മൾ യൂസ് ചെയ്യും. Holidays. അപ്പൊ എവിടേക്ക് യൂസ് ചെയ്യാം? ടൈം, നൈറ്റ് ആൻഡ് മിഡ് നൈറ്റ്, അറ്റ് ദി മൊമെന്റ്, അറ്റ് ദി എൻഡ്, a specific point or exact location or exact place. Then last one is holidays. ഇത്രയും പോയിന്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവിടെ അറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ എല്ലാവരും സ്പെസിഫിക് പോയിന്റ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? എന്തോ സ്പെസിഫിക് പോയിന്റ് കഴിഞ്ഞ എന്താ പറഞ്ഞേ? exact place, a correct place, exact correct place. എക്സാക്ട് പ്ലേസ് എന്നാണോ? ഓക്കെ, എക്സാക്ട് പ്ലേസ് എന്നോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒരു കറക്റ്റ് പ്ലേസ് എന്നോ നിങ്ങൾക്ക് എന്താണെന്ന് ചെയ്താൽ മറ്റേ ഒരു കറക്റ്റ് പ്ലേസ് എന്ന് പറയില്ലേ, അതായത് നിങ്ങൾ നിൽക്കുന്ന ഇവിടെയാണോ കറക്റ്റ് പ്ലേസിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം. എക്സാക്ട് ലൊക്കേഷൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കി എഴുതാം. exact location or exact place or a specific point. Okay, the last one is a holiday. നമ്മുടെ ഹോളിഡേസ് പറഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും എങ്ങനെ ഹോളിഡേസ് എങ്ങനെയാ പറയാ? പറയാം. അപ്പോ എല്ലാ പോയിന്റ് എഴുതിയില്ലേ? 6 points. ഇനി ഓരോ എക്സാമ്പിൾസ് എഴുതാം. ടൈം വെച്ചിട്ടൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ എല്ലാവരും ടൈം വെച്ചിട്ട് നമുക്ക് പറയാലോ. പറയുമ്പോ കറക്റ്റ് ടൈം ആയിരിക്കണം, മനസ്സിലായോ? ടൈം അവിടെ മെൻഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞൊരു സെന്റൻസ് മേക്ക് ചെയ്തേ. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ എഴുതിക്കോളൂ.
I always go to school at 10 a.m. 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 Okay. So tell me your examples. Time വെച്ചിട്ട് എല്ലാവരും ഒരു എക്സാമ്പിൾസ് പറയൂ. ഇതേപോലെ സെന്റൻസ് ആയിട്ട് പറയണം. Okay. She wakes up ഓരോ at എക്സാമ്പിൾ 6 a.m. എന്തോ She wakes up at 6 a.m. വോയിസ് ക്ലിയർ ആവുന്നില്ലല്ലോ. Meet me at 5 o'clock. എന്തോ Meet me at 5 o'clock. Yeah, you can meet me at 5 o'clock. നിനക്ക് എന്നെ 5 മണിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. Meet me at 5 o'clock. She wakes up at 6 a.m. Okay, she wakes up at she wakes up അല്ല ട്ടോ. She wakes ആണ്. Wakes. WAKES. Wake up അല്ല. Wake up എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ്. Wakes up. അപ്പൊ എന്തുകൊണ്ടാണ് മിസ് ഇവിടെ wakes up വന്നേ എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞത്. ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞുതരാം. Okay. Yeah. She wakes up ആണ്. She wakes up at 6 a.m. Then the train arrived at 3 p.m. I have class at 12 noon or 12 p.m. in the morning. Okay, 12 noon. Yeah, mistake on 12 noon or 12 p.m. I have a class. I have a class. I have a class. Hey, I have Okay, a ma'am. class. I Sure. have a class. Okay. You should come yesterday at 10 a.m. You should come yesterday at 10 a.m. Yeah, okay. The party starts at 8 p.m. The party starts. Starts on S വേണം. Starts. The party starts at 8 p.m. I will come home at 5 o'clock. Yeah. She called me at night. Okay. Night Chitti. Yeah. I will be there at 4 o'clock. Okay. I will be there at 4 o'clock. So you can write these examples also. Okay. In your notebook. Okay. ഞാൻ പറയുന്ന മിസ്റ്റേക്സ് എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം എക്സാമ്പിൾസ് എല്ലാം എഴുതിയെടുക്കാം. She wakes up പറഞ്ഞു. She wakes up 6 a.m. അത് മിസ്റ്റേക്ക് ആണ്. Wake അല്ല, wakes ആണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ക്ലിയർ ചെയ്തത് I have a class. I have a class at 12 p.m. And next the party starts. അല്ലെങ്കിൽ നമുക്ക് the party will start at 8 p.m. എന്ന് പറയാം കേട്ടോ. The party will start at 8 p.m. പറയാം. അല്ലെങ്കിൽ the party starts at 8 p.m. എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് വേണം. അപ്പൊ the party start എന്ന് പറയണം. ഇനി will ഉണ്ടെങ്കിൽ ഓക്കെ, സ്റ്റാർട്ട്സ് വേണ്ട, സ്റ്റാർട്ട് മാത്രം മതി. The party will start at 8 p.m. Okay. എക്സാമ്പിൾസ് എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം എന്നോട് പറയണം. ഓക്കെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ടൈം വരുമ്പോ നമ്മൾ അറ്റ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ. അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. Call me at lunch time. ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞ ടൈം മെൻഷൻ ചെയ്യാനാണ്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ടൈം ആണ്. സോ ടൈം വെച്ചിട്ട് എക്സാമ്പിൾസ് പറയാനാണ് ഞാൻ പറഞ്ഞത്. അറ്റ് ലഞ്ച് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ആണ്, അത് മിസ്റ്റേക്ക് ഒന്നല്ല. സെന്റൻസ് ഞാൻ കറക്റ്റ് ആണ്, പക്ഷെ ഞാനത് ക്ലിയർ ചെയ്തുതരാം. കാരണം ഈ എക്സാമ്പിൾ കേൾക്കുമ്പോൾ ബാക്കി സ്റ്റുഡൻസിന് കുറച്ച് കൺഫ്യൂഷൻ വരും. ലഞ്ച് ടൈമിന്റെ അവിടെ അറ്റ് എങ്ങനെ യൂസ് ചെയ്യാം. സോ I will explain that. Okay. Examples എഴുതി കഴിഞ്ഞാൽ പറയണം.
Okay, finished? Yes. So next point ഏതായിരുന്നു? Next point. Night or time. അല്ല, night or midnight ആണ്. So അത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് എല്ലാവരും പറഞ്ഞേ. First one ഞാൻ പറയാം. I often go to bed at midnight. I often O-F-T-E-N. I often go to bed at midnight. I often go to bed at midnight. Okay. Another example, the street lights come on at night. Come on. Come on ആണോ? Come on correct ആണോ? മലയാളത്തിൽ പറയുമ്പോൾ ഓക്കെ, സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത് രാത്രിയാണ് അല്ലെ? നമുക്കത് ബെറ്റർ വേർഷൻ എങ്ങനെയാ പറയാ? The street lights എന്താ പറയാ? ലൈറ്റ്സ് അപ്പ് വരുമോ? എന്തോ ലൈറ്റ്സ് അപ്പ് വരുമോ? സ്ട്രീറ്റ് ലൈറ്റ്സ് പറയാൻ കുഴപ്പമില്ല. ഒരുപാട് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്സ് പറയാം. അവിടെ സ്ട്രീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്, അപ്പൊ നമുക്ക് ലൈറ്റ്സ് പറയാം, കുഴപ്പമൊന്നുമില്ല. സ്ട്രീറ്റ് ലൈറ്റ്സ്. പക്ഷെ അവിടെ കമോൺ ആണ്. കമോൺ എന്ന് പറയൂ. കമോൺ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ കുറച്ചൊരു ബെറ്റർ ഏതാ യൂസ് ചെയ്യാൻ? കമോൺ ആണോ ഇനി അഥവാ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വരുന്നതിന് നല്ലത് സ്വിച്ച് ഓൺ ആക്കുന്നാന്ന് പറയാലോ അല്ലെ? സിമ്പിൾ ആയിട്ട്. മാം, മൈ ബേബി ഈസ് ഓൾവേസ് ക്രൈയിങ് അറ്റ് എവരി മിഡ് നൈറ്റ്. കറക്റ്റ് ആണോ? അറ്റ് എവരി എന്ന് പറയോ അത് അറ്റ് മിഡ് നൈറ്റ്? ഓക്കെ, മൈ ബേബി ഈസ് ഓൾവേസ് ക്രൈയിങ് അറ്റ് മിഡ് നൈറ്റ് പറയും. അറ്റ് മിഡ് നൈറ്റ്, അറ്റ് എവരി മിഡ് നൈറ്റ് എന്ന് പറയോ? എവരി അറ്റിന് ശേഷം എവരി മിഡ് നൈറ്റ്. എവരി മിഡ് നൈറ്റിനേക്കാൾ നല്ലത് മിഡ് നൈറ്റ് ആണ്. ഓൾവേസ് എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ അവിടെ എവരി പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും രാത്രി അറിയുന്നുണ്ട്. ഓക്കെ, കാരണം എവരി പറയുമ്പോൾ അറ്റ് പറയാം, മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ മാം. ഓക്കെ, ഇവിടെ the street light switched on at night എന്ന് കൊടുക്കാം കേട്ടോ. The street light switched on at night. സ്ട്രീറ്റ് ലൈറ്റ്സ് സ്വിച്ച് ഓൺ ആക്കുന്നത് നൈറ്റിലാണ്. ഓക്കെ, എക്സാമ്പിൾസ് പറയൂ. നൈറ്റ് വെച്ചിട്ട് എക്സാമ്പിൾസ് പറയൂ. I will go abroad at night. Yeah, I will go abroad at night. Okay, എക്സാമ്പിൾസ് ഒക്കെ പറയൂ. മേക്ക് ചെയ്യൂ, സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ പഠിക്കൂ. ഓക്കെ, My grandmother tells stories at night. yeah, my grandmother tells stories at night. Okay, I often see night dreams at midnight. I see night dreams പറയണ്ട, ഡ്രീംസ് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഡ്രീംസ് നമ്മളെ പകലും കാണാം, പക്ഷെ പകൽ ഉറങ്ങുമ്പോൾ കാണാമെന്നാണ്. പക്ഷെ നമ്മൾ മിക്കവാറും നമ്മൾ ഉറങ്ങുന്നത് രാത്രിയാണ്. അപ്പോ ഡ്രീംസ് രാത്രിയാണ്. അപ്പൊ രാത്രി അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ often see dreams at midnight എന്ന് പറഞ്ഞാൽ മതി. Okay, then I see the stars at night. I can see the stars at night. Okay, I see the stars at night എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. രാത്രി സ്റ്റാർസ് കാണാൻ പറ്റും, എനിക്ക് രാത്രി സ്റ്റാർസ് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യാം. സ്റ്റാർസ് അറ്റ് നൈറ്റ് പറയാം. ഓക്കെ, stars twinkles at night. Stars twinkles at night. Yeah.
stars shines at night പറയാം, shining at night പറയാം. Okay. Okay. അപ്പോ ഇതൊക്കെയാണ് നൈറ്റ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ്. അപ്പോ at എങ്ങനെയാ യൂസ് ചെയ്യാന്ന് മനസ്സിലായല്ലോ. Some animals only come out at night. Okay, some animals only come out at night. Some animals come out only at night എന്ന് പറയാം ട്ടോ. Some animals come out only at night. അതാണ് ബെസ്റ്റ്. We can travel at night. Yeah. I like go ride at night. I like to go ride at night. I like to go ride at night. ടു വേണല്ലേ മാം? ഞാൻ വേഗം ടൈപ്പ് ചെയ്ത് വിട്ടപ്പോ വിട്ടുപോയിട്ടു. Yeah, I like to go ride at night. The moon brights at night. Yeah. We can travel at night എന്ന് പറയുമ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ വി ഓൾവേസ് പറയാം, അല്ലെങ്കിൽ വി ഓഫോൺ പറയാം. വി ഓഫോൺ ട്രാവൽ അറ്റ് നൈറ്റ്. ഞങ്ങൾ പലപ്പോഴും രാത്രി ട്രാവൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യും. മിസ്റ്റേക്ക് ഒന്നല്ല, ജസ്റ്റ് ഞാൻ ബെറ്റർ വേർഷൻ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അറ്റ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി അറ്റ് ഒരിക്കലും മറക്കില്ല അല്ലെ. ഇങ്ങനെയൊക്കെയാണ് അറ്റ് യൂസ് ചെയ്യാം. ഇനി അടുത്ത പോയിന്റ് അറ്റ് ദ മൊമെന്റ്. അറ്റ് ദി മൊമെന്റ് വെച്ചിട്ടൊരു എക്സാമ്പിൾസ് പറഞ്ഞു നോക്കിയേ. At the moment. I am reading a novel at the moment. I am reading a novel at the moment. Yeah. We are in the lift at the moment. We are in the lift at the moment. നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അത് പറയണം. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പറയണം. ഓക്കെ, വി ആർ ഇൻ ദ ലിഫ്റ്റ് അറ്റ് ദി മൊമെന്റ്. Then പിന്നെ ഒരു എക്സാമ്പിൾ ഐ ആം റീഡിംഗ് ദ നോവൽ അറ്റ് ദി മൊമെന്റ് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾസ് എല്ലാവരും പറയൂ. I'm watching the movie at the moment. Like I'm watching a movie at the moment. Then the program ആണോ? P ഇല്ല, P missing ആണ് അവിടെ. The program starts at the moment. The program will start at the moment. Okay. I'm in a class at the moment. Okay. I'm so happy at the moment. Yeah. She gives. Okay. She gives a surprise at the moment. She gives a surprise at the moment. The program starts at the moment. Okay. Yeah. നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് at the moment വെച്ചിട്ടാണ്. സെന്റൻസ് നിങ്ങൾ മീനിങ് മനസ്സിലാക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നാം, പക്ഷെ നമ്മൾ at the moment ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സെന്റൻസ് അത് മീനിങ് വൈസ് കറക്റ്റ് ആണോ എന്ന് ഞാൻ ഇവിടെ മനുഷ്യൻ നോക്കുന്നില്ല. ഓക്കെ, then business is going pretty well at the moment. Yeah, good. this moment എന്ന് പറയില്ലേ? എന്തോ at this moment എന്ന് പറയില്ലേ? yeah, at this moment പറയാം. ഇതേ മീനിങ്ങിൽ വരും. എന്തോ at the moment പകരം നമുക്ക് at this moment എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക.
പറയാം ദിസ് പറയാം, ദാറ്റ് പറയാം. ഓക്കെ, അത് മൊമെന്റ് ആയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിനെയാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ അവിടെ ആ ഒരു പെർട്ടിക്കുലർ ആയതുകൊണ്ടാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ then I had a special moment. നമ്മുടെ അച്ഛല്ലോ പൈസ. I had a special moment with my family. മൊമെന്റ് അല്ല ഞാൻ പറഞ്ഞത്, അറ്റ് വെച്ചിട്ട് ചെയ്യണം. I am busy at the moment. I am proud of you at the moment. I am surprised at the moment. I am ഇവിടെ ഹഫ്സ am. നമ്മൾ am എന്ന് പറയുമ്പോ am മാത്രമല്ല I am ആണ്. I am നെയാണ് am പറയുന്നത്. നമുക്ക് ഷോർട്ട് ആക്കി എഴുതണമെങ്കിൽ I apostrophe m വിട്ടാലും മതി. am എന്ന് പറയരുത്. am എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഓക്കെ, I apostrophe m അതാണ് am. I am surprised at the moment എന്ന് പറയുമ്പോൾ am ഫുള്ള് വേണം. ഓക്കെ, am മിസ്റ്റേക്ക് ആണ്, കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ മൊമെന്റ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഇനി സ്പെസിഫിക് അറ്റ് ദി എൻഡും ഇതൊക്കെ തന്നെയാണ്, സെയിം എക്സാമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ then specific point നിങ്ങൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പ്ലേസ് വരുന്നിടത്ത് നമുക്ക് അറ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്? നിങ്ങളുടെ വീട്ടിലാണ് അല്ലെ? ഇപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ്? കറന്റ് നിങ്ങൾ എവിടെയാണ്? അറ്റ് ഹോം. അറ്റ് ഹോം. അതായത് നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണോ അത് പറയുമ്പോഴാണ് അറ്റ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അറ്റ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോ നിങ്ങളുടെ സ്ഥലം ചിലപ്പോ പാലക്കാടാകാം, കണ്ണൂരാകാം, എവിടെ വേണമെങ്കിലാകാം. ഒരിക്കലും അത് അറ്റ് യൂസ് ചെയ്തിട്ട് പറയരുത്. I'm at പാലക്കാട്, I'm at എറണാകുളം. അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, നിങ്ങൾ എവിടെയാണോ എക്സാക്ട് ആയിട്ട് കറക്റ്റ് നിങ്ങൾ എവിടെയാണോ, ചിലപ്പോ നിങ്ങൾ ബസ് സ്റ്റോപ്പിലാകാം, ചിലപ്പോ നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാകാം, ചിലപ്പോ സ്കൂളിലാകാം, ചിലപ്പോ കോളേജിലാകാം. മനസ്സിലായോ? ആ കറക്റ്റ് പ്ലേസ് എവിടെയാണോ അവിടെയാണ് അറ്റ് ചേർക്കേണ്ടത്. I'm at school, I'm at library, I'm at bus stop, he's at his friend's home. മനസ്സിലായോ? He's at home. Now he is at home. I think now he is at home. എനിക്ക് തോന്നുന്നു അവനിപ്പോ അവന്റെ വീട്ടിലുണ്ടാകും. Okay, I think he is at home now. അപ്പൊ അറ്റ് ചേർക്കേണ്ട എവിടെയാണ്? കറക്റ്റ് എക്സാക്ട് പ്ലേസ്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും ആവട്ടെ, അവൻ എവിടെയാണോ നിൽക്കുന്നത് കറക്റ്റ് പ്ലേസ് ആയിരിക്കണം അറ്റ് പറയുന്നത്. അല്ലാതെ ഒരു സ്ഥലത്തിന്റെ പേരോ ഒന്നല്ല. നിങ്ങൾ നിൽക്കുന്നത് എറണാകുളത്താണെങ്കിലും എറണാകുളത്തല്ലല്ലോ നിങ്ങൾ, അല്ല പർട്ടിക്കുലർ ഒരു പ്ലേസ് അല്ലേ എറണാകുളത്ത്. നിങ്ങൾ ചിലപ്പോ ഒരു ഹോട്ടലിലായിരിക്കും നിൽക്കാം. മനസ്സിലായോ? നിങ്ങൾ ലൈബ്രറിയിലോ ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയായിരിക്കും നിൽക്കാം. അപ്പൊ ആ ഒരു പ്ലേസ് പറയാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ മാം. അപ്പൊ അറ്റ് ഹോം, അറ്റ് ലൈബ്രറി, അറ്റ് റെസ്റ്റോറന്റ്, അറ്റ് സ്കൂൾ, അറ്റ് കോളേജ് അങ്ങനെയാണ് വരേണ്ടത് അല്ലേ മാം? അതെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അറ്റ് ഹോം പറയും. ഇനിയിപ്പോ ക്ലാസ് കേൾക്കുന്നത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ പുറത്തിരുന്ന് ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടാകാം. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ ഹോസ്പിറ്റൽ വെച്ചിട്ടായിരിക്കാം. അറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ അറ്റ് ഓഫീസ്. മനസ്സിലായോ? ആ ഓഫീസിൽ സ്ഥലത്തെ അല്ല പറയുന്നത്. ഓഫീസിൽ നിന്ന് ഇപ്പൊ സ്ഥലത്തിന്റെ പേരാക്കാം, പക്ഷെ സ്ഥലത്തിന്റെ പേരല്ല പറയേണ്ടത്. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതിന് ഒരു പേരുണ്ടാവുമല്ലോ. ഹോട്ടലാണെങ്കിൽ ഹോട്ടലിന്റെ പേരുണ്ടാവും, റെസ്റ്റോറന്റ് ആണെങ്കിൽ റെസ്റ്റോറന്റിന്റെ പേരുണ്ടാവും, ലൈബ്രറി ആണെങ്കിൽ ലൈബ്രറിക്ക് ലൈബ്രറിന്റെ പേരുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ എവിടെയാണോ ആ എക്സാക്ട് പ്ലേസ്, ആ ഒരു സ്പെസിഫിക് പോയിന്റ്, ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ അത് പറയുമ്പോഴാണ് നമ്മൾ അവിടെ അറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? എപ്പോഴും മിസ്റ്റേക്ക് വരുന്ന കാര്യത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അറ്റ് പ്ലേസിലാണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ ഏത് പ്ലേസിലാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പ്രപ്പോസിഷൻസ് ആണ് മെയിൻ ആണ്. ഇത് പഠിച്ചാലേ നമുക്ക് ഒരു സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്യണ്ടേ കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ അറ്റ് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക. ഇനി ഹോളിഡേ ആണ്. ഹോളിഡേക്ക് കുറച്ച് ഡൗട്ട് ഞാനിപ്പോ പറയുമ്പോൾ ഡൗട്ട് വരും. ഓക്കെ, ഹോളിഡേ പറയാൻ നമ്മള്
അറ്റും ഓണും യൂസ് ചെയ്യാറുണ്ട്. സംടൈംസ് അറ്റ് ഓർ ഓൺ രണ്ടും യൂസ് ചെയ്തുകൊണ്ടും തെറ്റൊന്നുമില്ല. ഓക്കെ, മനസ്സിലായോ? അല്ലെങ്കിൽ ഓൺ പറയുമ്പോ പറഞ്ഞാൽ മതിയോ? പറഞ്ഞാൽ മനസ്സിലാവോ നിങ്ങൾക്ക്? Both on and at are used with the holidays. നമ്മുടെ പ്രൊപ്പോസിഷൻ ഓണും ഈ പ്രൊപ്പോസിഷൻ ആറ്റും നമ്മുടെ ഹോളിഡേസ് പറയാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മീനിങ് ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് അറ്റ് പറയുന്ന ഒരു പീരീഡ് ആയിരിക്കും. അറ്റ് ഹോളിഡേസ് ഒരു പീരീഡ് ഹോളിഡേസ് ആയിരിക്കും പറയാം. കറക്റ്റ് ഒരു പീരീഡ് പറയും. അതായത് അറ്റ് ക്രിസ്മസ് എന്ന് യൂസ് ചെയ്തു. ക്രിസ്മസ് എന്ന് പറഞ്ഞ ഹോളിഡേ ആണല്ലോ. അപ്പൊ അറ്റ് ക്രിസ്മസ് എന്ന് യൂസ് ചെയ്തു. അറ്റ് ക്രിസ്മസ് മീൻസ് ഡ്യൂറിങ് ദ ക്രിസ്മസ് സീസൺ. ആ ഡ്യൂറിങ് ആ ഒരു ടൈം പെർട്ടിക്കുലർ പീരീഡിനെ സൂചിപ്പിക്കുക. മനസ്സിലായോ? ആ ഒരു ഹോളിഡേനെ മാത്രമല്ല, ക്രിസ്മസിലെ ആ ദിവസത്തെ മാത്രമല്ല പറയാ, ആ ഒരു പെർട്ടിക്കുലർ പീരീഡിനെയാണ് അവിടെ അറ്റ് പറഞ്ഞ് യൂസ് ചെയ്യുക. അതായത് ആ പീരീഡിൽ ഞാൻ ഇങ്ങനെ ചെയ്യുകയായിരുന്നു. ഐ വാസ് ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ കഴിഞ്ഞ പോലെ വരാൻ പോണെങ്കിൽ ഐ എം ട്രാവലിംഗ് അല്ലെങ്കിൽ ഐ വിൽ ട്രാവൽ അറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഐ വിൽ ട്രാവൽ അറ്റ് ക്രിസ്മസ്. ഞാൻ ക്രിസ്മസിന് ട്രാവല് ചെയ്യും എന്നാ പറഞ്ഞേ. ഫ്യൂച്ചർ ആണ് വരാൻ പോകുന്ന കാര്യം. നമ്മൾ ഒരു ഡിസിഷൻ ആണ്, നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണ്. ഞങ്ങൾ ക്രിസ്മസിന് ട്രാവൽ ചെയ്യും, എനിക്ക് ഒരു ട്രിപ്പ് പോകും. I will go to Christmas at Christmas vacation. I will go to a trip. I will go to somewhere. എവിടെയാണ്? I will go to I will go to at the Christmas vacation. അങ്ങനെയല്ല മാം പറയാ? അങ്ങനെയല്ല. ഇപ്പൊ I will go to മൂന്നാർ. I will go to മൂന്നാർ at Christmas. മനസ്സിലായോ? at Christmas എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കാം. I will go to മൂന്നാർ at Christmas. അപ്പോ നിങ്ങൾ ചിന്തിക്കുക, അത് ഹോളിഡേ അല്ലേ, അപ്പൊ അത് യൂസ് ചെയ്യാലോ. ശരിയാണ്, ഇത് ഹോളിഡേ ആണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞ ഹോളിഡേ ആണ്. പക്ഷേ നമ്മൾ അവിടെ മീൻ ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ അവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ക്രിസ്മസിന്റെ ആ ഹോളിഡേ ആ ഒരു പീരീഡ് ഇല്ലേ? മനസ്സിലായോ? ഇപ്പൊ 25-ാം തീയതിയാണ് ക്രിസ്മസ്. നമ്മൾ 25 ആ ഒരു സീസൺ അല്ലെ, ആ ഒരു വെക്കേഷൻ ടൈമില് നമ്മൾ പോകുന്നു. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ ദിവസം മാത്രമല്ല നമ്മൾ പോകുന്നത്, ആ ഒരു പീരീഡ്, ആ ടൈം ഓഫ് പീരീഡില് നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ അറ്റ് അങ്ങനെ ഹോളിഡേസിൽ വന്നാല് അതിന്റെ ഒരു പീരീഡിനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പറയണത് യൂസ്ഡ് ഫോർ ഫെസ്റ്റിവൽസ് അല്ലേ? ഇപ്പൊ ഫെസ്റ്റിവൽസിന് മുമ്പിൽ അറ്റ് യൂസ് ചെയ്യാം, അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ? അറ്റ് ക്രിസ്മസ്, അറ്റ് റംസാൻ, അറ്റ് ഓണം, അങ്ങനെ. ക്രിസ്മസ് ആണ്, കറക്റ്റ് ആണ്. യൂസ്ഡ് ഫെസ്റ്റിവൽസ് ദാറ്റ് മാർക്ക് എ പോയിന്റ് ഇൻ ദി ഇയർ. ഓക്കെ, ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ കറക്റ്റ് വരുന്നത് പീരീഡ് ആണ്. ആ ഒരു പീരീഡിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ എവിടെയെങ്കിലും മെൻഷൻ ചെയ്ത് വെക്കുക, മനസ്സിലാക്കി എഴുതിയെങ്കിലും വെക്കുക. ഓക്കെ, യൂസ് ചെയ്യുന്നത് ഹോളിഡേസില് ഒരു പീരീഡിനെ സൂചിപ്പിക്കാനാണ്. മിസ് ശരിക്ക് ഓൺ ക്രിസ്മസ് ഡേ ആണ് പറയാ അല്ലെ? അതെ, ഓൺ ക്രിസ്മസ് ഡേനെ പറയുന്നതാണ്. 25th മെൻഷൻ ചെയ്യുന്നതാണ് ഓൺ. ഓക്കെ ഓക്കെ, ഐ വിൽ ഗോ ടു ഹോം ഓൺ ക്രിസ്മസ് എന്ന് പറഞ്ഞു. ഞാൻ ക്രിസ്മസ് ആ ഡേയില് വീട്ടിലേക്ക് പോകും, എന്റെ വീട്ടിലേക്ക് പോകും. ഐ വിൽ ഗോ ടു മൈ ഹോം ഓൺ ക്രിസ്മസ്. ഞാൻ ആ ക്രിസ്മസ് ദിവസത്തിലാണ് ഞാൻ വീട്ടിലേക്ക് പോകുക. മനസ്സിലായോ? ഐ വിൽ ഗോ ടു എ ട്രിപ്പ് അറ്റ് ക്രിസ്മസ് ആണെങ്കിൽ ഞാൻ ആ ട്രിപ്പ് ആ ഒരു പീരീഡില് ഞാൻ ട്രിപ്പ് പോകും എന്നാ പറയാം. ഓണിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ അറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ? ആ ഒരു പീരീഡിനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, അറ്റ് ക്രിസ്മസ് മീൻസ് ഡ്യൂറിംഗ് ദ ക്രിസ്മസ് സീസൺ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ ക്രിസ്മസ് പീരീഡ്. Christmas season, Christmas vacation, you can write anything. Whatever you understand. Okay? Clear ആയോ? Clear ആയോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓൾറെഡി അപ്പൊ തന്നെ ചോദിക്കാം. കൺഫ്യൂഷൻ വെച്ചിട്ട് പോകരുത്. കാരണം ഈ വേറെ പ്രൊപ്പോസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അറ്റിനെ കണക്ട് ചെയ്തൊക്കെ ഞാൻ പറയും. മനസ്സിലായോ?
അത് കണക്ട് ചെയ്ത് പറയുന്നത് ക്ലിയർ ആവണം. ഓരോ പ്രൊപ്പോസിഷനും കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു അറ്റ് ഓണും ഹോളിഡേസിൽ യൂസ് ചെയ്യും. ഇനി ഓൺ എടുക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഈ ഹോളിഡേസ് ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഇപ്പൊ എടുത്ത അറ്റ് ക്ലിയർ ആണോ ഇല്ലയോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. കാരണം ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ്. ഓക്കെ, ക്ലിയർ. കാരണം നിങ്ങളുടെ ടെക്സ്റ്റില് കുറച്ച് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഒരു ടൈം ആൻഡ് പോയിന്റ് ഓഫ് ടൈം ആൻഡ് പോയിന്റ് ഓഫ് ദ ഇയർ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്ലേസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അറ്റ് കണ്ടോ, യൂസ്ഡ് ബിഫോർ ദ നെയിം ഓഫ് വില്ലേജ് ആൻഡ് എ സ്മോൾ ടൗൺ. കണ്ടോ, മനസ്സിലായോ? യൂസ്ഡ് ബിഫോർ നെയിംസ് ഓഫ് പർട്ടിക്കുലർ ഹൗസ് ഓർ പ്ലേസ് ഓഫ് റെസിഡൻസ്. യൂസ്ഡ് ബിഫോർ നെയിംസ് ഓഫ് പർട്ടിക്കുലർ പ്ലേസ് ഓഫ് വർക്ക്. എക്സാക്ട് ആയിട്ട് നിങ്ങൾ എവിടെയാണ് അതാണ് പറയുന്നത്. ഇപ്പോ ഐ വാസ് ബോൺ അറ്റ് ചിറക്കൈക്കുളം ഇൻ കണ്ണൂർ. കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചിറക്കൈക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്ലേസ് ആണ്. മനസ്സിലായോ? ഞാൻ ജനിച്ച സ്ഥലം നിങ്ങൾക്കറിയാം. നിങ്ങൾ ജനിച്ചത് എവിടെയാണോ? ഒരു ഹോസ്പിറ്റലായിരിക്കും. എല്ലാവരും ഹോസ്പിറ്റലാണ് അല്ലെ? ആ ഹോസ്പിറ്റലിന്റെ പേര് പറയാമെന്നില്ല. ഇപ്പോ ഹൗസ് ഓർ പ്ലേസ് ഓർ റെസിഡൻസ്, നിങ്ങൾ ഏത് വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഹോട്ടലിലായിരിക്കാം, അല്ലെങ്കിൽ റെസിഡൻസിലായിരിക്കാം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്, കറക്റ്റ് പ്ലേസ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ക്ലിയർ ആണോ? ഇത്രയാണ് അച്ഛനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ കുറച്ച് പ്ലേസ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് എല്ലാവരും പറഞ്ഞേ. പ്ലേസ് വെച്ചിട്ട് എക്സാമ്പിൾസ് പറയാ, ഹോളിഡേസ് വെച്ചിട്ട് എക്സാമ്പിൾസ് പറയാ. മേക്ക് ചെയ്യൂ, എക്സാമ്പിൾസ് മേക്ക് ചെയ്യൂ. I will meet you at the airport. Okay. He's awaiting at the bus stop. Yeah. The children are at school. Yeah, at school. Word one thing. At actually വേറൊരു മീനിങ് ഉണ്ട്. That means അതൊന്നും എഴുതത്തുള്ളൂ. ഇപ്പോ I'm sitting at the table എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എക്സാമ്പിൾ ആണേ. I am വേണ്ട. He's sat at the table അല്ലെങ്കിൽ sitting at the table എന്ന് പറഞ്ഞു. മനസ്സിലായോ? He is sitting at the table. അതിന് മീനിങ് എന്താന്ന് വെച്ചാല്, അച്ഛന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. അച്ഛന്ന് പറയുമ്പോ അതിന് അരികെ, അവള് ടേബിളിന് അടുത്തിരുന്നു എന്നാണ്. She sat at the table എന്നാണ് എക്സാമ്പിൾ. She sat at the table, അവൾ ടേബിൾ അടുത്തിരുന്നു. അപ്പൊ അരികെ എന്നൊരു മീനിങ് കൂടെ ഈ അച്ഛന് വരുന്നുണ്ട്. അടുത്ത്, അരികെ എന്നൊരു മീനിങ് കൂടെ അച്ഛന് വരുന്നുണ്ട്. ഇപ്പോ the children are at school എന്ന് പറഞ്ഞു. The children are at school. അവിടെ ഉദ്ദേശിച്ചത് സ്കൂളിലാണ് എന്നാണ്. പക്ഷെ നമുക്ക് ആ വേറൊരു മീനിങ് കൂടെ ചിന്തിക്കാം. സ്കൂളിനടുത്ത് കുട്ടികളുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്കൂളിനടുത്ത് the parents are at school. സ്കൂളിനടുത്ത് പാരന്റ്സ് ഉണ്ട്. അടുത്ത്, അരികെ. അപ്പൊ അച്ഛന് അരികെ എന്നൊരു മീനിങ് കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ബിസൈഡ് പറയാം, ബിസൈഡ് അരികെ, നിയർ പറയാം. പക്ഷെ അറ്റ്, അരികെ എന്നൊരു മീനിങ് കൂടി ഉണ്ട്. ഇനി എവിടെയെങ്കിലും അറ്റത്ത് കണ്ടെന്ന് പറഞ്ഞ്
മിസ്റ്റേക്ക് ആണ് ചിന്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനിയിപ്പോ കാറ്റ് ആണെങ്കിലോ, കാറ്റ് സിറ്റിംഗ് ആറ്റ് മീ, എന്റെ അടുത്ത് കാറ്റ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്തു, മനസ്സിലായോ? അച്ഛൻ അങ്ങനെ ഒരു മീനിങ് കൂടി ഉണ്ട്, പെട്ടെന്നാണ് ഞാൻ ഓർത്തത്. യാ, ഇനി I will go to മൂന്നാർ. ഓൺ വേണ്ട, ഓൺ ഞാൻ പറഞ്ഞില്ല. ഓണിന്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓൺ പറയാം. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അറ്റിന് ഹീ സ്റ്റെയേഴ്സ് അറ്റ് മീ എന്ന് പറയില്ലേ? സ്റ്റെയേഴ്സ് അറ്റ് മീ ക്ലിയർ ആയില്ല. ഹീ സ്റ്റെയേഴ്സ് അറ്റ് മീ. ഫേവേഴ്സോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? Could take my book at library. Yeah, I will go to Munnar on Christmas vacation. On അല്ല ട്ടോ, അവിടെ ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറയുമ്പോൾ അറ്റ് ആണ് യൂസ് ചെയ്യാം. I will go to Munnar at Christmas vacation. ഓക്കെ, പിങ്കി എന്താണ് ചോദിച്ചത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, എനിക്ക് ക്ലിയർ ആയില്ല. യാ, he stares at me. Stares ആണ് ഉദ്ദേശിച്ചത്. Yeah, he stares at me എന്ന് പറയുമ്പോ പറയാം, കുഴപ്പമൊന്നുമില്ല. കാരണം ആ ഒരു എന്നെയല്ലേ നോക്കുന്നേ, എന്നെ മാത്രമല്ല നോക്കുന്നേ. അവളെയാണെങ്കിൽ ആ പെർട്ടിക്കുലർ അവളെയാണ് എന്ന് പറയാം, അറ്റ് പറയാം. ഓക്കെ, മനസ്സിലായോ? മൈ സിസ്റ്റർ ലുക്ക് at the sky. My sister look at the sky. എന്റെ അനിയത്തി മുകളിലോട്ട് സ്കൈയെ നോക്കി. At the sky. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, മനസ്സിലായോ? പെർട്ടിക്കുലർ പോയിന്റ് പറയാം. നേരെ എന്നുള്ളൊരു അർത്ഥം വരുന്നില്ലേ? നമ്മൾ എവിടെയാണോ നോക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് അറ്റ് യൂസ് ചെയ്യും. മനസ്സിലായോ? She looked at me. She looked at me. അവൾ എന്നെ നോക്കി, എന്നെ. At me, എന്നെയാണ്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? Yes, ma'am. He stares at me എന്ന് പറയുമ്പോൾ അവൻ എന്നെ തുറിച്ചു നോക്കി, അല്ലെ? നോക്കുന്നു എന്നാണ്, നോക്കുന്നു. He stares at me. അങ്ങനെയാണ് മീൻ വരാം. അങ്ങനെ തുറിച്ചു നോക്കുന്നു. സോ എന്നെയാണ് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം, എന്നെയാണ്. പർട്ടിക്കുലർ പോയിന്റ് ആണ്. അത് പർട്ടിക്കുലർ പോയിന്റ് ഇപ്പോ പേഴ്സൺ ആകാം, എന്തെങ്കിലും ഒരു വസ്തു ആകാം, എന്തും ആകാം. അങ്ങനെ പർട്ടിക്കുലർ പോയിന്റ് ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, me and my family go to a trip at Wayanad. Trip at no, a trip at Wayanad എന്ന് പറയില്ല. പർട്ടിക്കുലർ ആ ഒരു പ്ലേസ് അല്ലല്ലോ. വയനാട് ടു അല്ല അവിടെ. Me and my family go to a trip. ഇന്ന് യൂസ് ചെയ്യാം, ഒരു പ്ലേസ് ആയി. അറ്റ് യൂസ് ചെയ്യില്ല, ഒരു പെർട്ടിക്കുലർ എക്സാക്ട് പ്ലേസ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. Then see you at the train station, railway station. Okay. She eating food at restaurant. She eating food at restaurant. Okay. Yeah. അപ്പോ അറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഒന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞേ. ഏതൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞു? ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ എവിടേക്കാണ് യൂസ് ചെയ്യാം? പറയൂ. At is used a specific place or exact point. At home, at hospital, at office, at restaurant, at school, at college, at library, at railway station, at bus stop, at airport. ആ ഓക്കെ, പിന്നെ വേറെ എവിടേക്ക് യൂസ് ചെയ്യാം?
കറക്റ്റ് ആയിട്ട് പറയൂ. At is used festival period of time. ഒരു ഫെസ്റ്റിവലിന്റെ പീരീഡ് ഓഫ് ടൈം വെക്കേഷൻസ്. ഫെസ്റ്റിവൽ അല്ല, ഹോളിഡേ. ഫെസ്റ്റിവൽ, ഹോളിഡേ. ഓക്കെ. Then Night or midnight. okay. At the moment, at the end. Specific point or exact place or exact location. Okay. Then holidays. ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ എന്താ പറഞ്ഞേ? അറ്റെങ്ങനെ യൂസ് ചെയ്യാം? അടുത്ത്, അരികെ. ഓക്കെ, അരികെ എന്നൊരു മീനിങ്ങും അറ്റലുണ്ട്. മാം അതിനൊരു എക്സാമ്പിൾ പറയാം മാം. അരികെ എന്നുള്ള മീനിങ് നിയർ. എന്തോ അരികെ എന്ന് പറഞ്ഞില്ലേ മാം, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരുമോ? she sat at the table. She sat at the table. She sat at the table പറയാം. She sat beside the table പറയാം. She sat near the table. അവിടെ ടേബിളിനരികെ ഇരുന്നു എന്നാണ് മീനിങ് വരാം. അപ്പൊ she sat at the table. Then he sat at me. അവൻ എന്റെ അടുത്ത് ഇരുന്നു. മനസ്സിലായോ? Then അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അരികെ എന്നൊരു മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മള് അറ്റ് യൂസ് ചെയ്യാം. ടൈം, നൈറ്റ്, മിഡ് നൈറ്റ്, at the moment, at the end, then specific point or exact place or exact location, then holidays, then at means adige. So these are the points we can use at preposition. Okay, do you understand, or is it clear? Miss, he is sitting at the table എന്ന് പറയോ കണ്ടിന്യൂസ് ടെൻസില്? He is sitting at the table. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ മലയാളത്തിൽ നമ്മൾ പറയൂ? അല്ല, സാറ്റ് എന്ന് മിസ് പറഞ്ഞല്ലോ. അതേപോലെ സിറ്റിംഗ് എന്ന് പറയുമെന്ന് ചോദിച്ചത്. അതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ നമ്മൾ മലയാളം എന്ന് പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ അവൾ എന്റെ അരികില് ഇരിക്കുകയാണ്. He is sitting at me. ഇരിക്കുകയാണ്. അങ്ങനെ അങ്ങനെ പറയാം. അത് കറക്റ്റ് അല്ലോ? മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ. മലയാളത്തിൽ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. ഇരിക്കുകയാണ്, അതിന് കുറച്ചൊരു ബെറ്റർ ഇരുന്നു എന്ന് പറയുന്നത്. ഓക്കെ മാം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ? അറ്റ് കുറച്ചുകൂടെ മനസ്സിലായില്ല എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. മിസ്സേ, സിറ്റിംഗ് അറ്റ് ദ ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിളിന്മേൽ ഇരിക്കുന്നു എന്ന് അർത്ഥമല്ലേ? ഇരിക്കുന്നു എന്നാണെങ്കിൽ he sat ആണ്. അല്ല, അപ്പോ ടേബിളിന്മേൽ ഇരിക്കുന്നു എന്നുള്ള അർത്ഥം വരുമോ? അടുത്ത് അരികെ. She sat at the table. ഇരുന്നു എന്നാണ്. ഇനി ഇരിക്കുന്നു എന്നാണെങ്കിൽ she sits വരും. She sits at the table. ഇരിക്കുന്നു എന്നാണെങ്കിൽ she sits at the table. അവൾ ഇരുന്നു എന്നാണെങ്കിൽ she sat at the table. ഇനി അവൾ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ she is sitting at the table. ഇനി അവൾ ഇരിക്കുകയായിരുന്നു, she was sitting at the table. കൺഫ്യൂഷൻ വരണ്ട, ടെൻസ് ആണ്. സോ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അതിന്റെ അടുത്ത ക്ലാസ്സിൽ തന്നെ ചോദിക്കാം. അപ്പോ നാളെ നാളിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ, മിസ് അഡ്വർബിന്റെ മോക്ക് ടെസ്റ്റ് എടുത്തായിരുന്നില്ലേ? അഡ്വർബിന്റെ കഴിഞ്ഞ ദിവസം അതിലൊരു ഡൗട്ട് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ, ദ വിൻഡ് ഈസ് സോ സ്ട്രോങ് ഐ ക്യാൻ ഹാർഡ്ലി ഹിയർ ഐഡന്റിഫൈ ദ അണ്ടർലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിന് ആൻസർ അഡ്വർബ് ഫേസ് എന്നാ പറഞ്ഞേ. അത് അഡ്ജക്റ്റീവ് ഫേസ് അല്ലേ വരിക ശരിക്കും?
ദ വിൻഡ് ഈസ് സോ സ്ട്രോങ് ആണ് വച്ചിരിക്കുന്നത്, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അത് ആൻസർ അഡ്വർബ് ഫ്രേസ് എന്നാണ് പറഞ്ഞത്. അത് അഡ്ജക്റ്റീവ് ഫ്രേസ് അല്ലേ? The wind is so strong. You can hardly hear words. Yeah. Wind is strong ആണെന്നാണ്. അത് ശരിക്കും അഡ്ജക്റ്റീവ് ഫ്രേസ് അല്ലേ? ശരിക്കും കേൾക്കുമ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് തോന്നാം. ശരിയാണ്. ശരി, ഇത് വെർബ് ആക്ച്വലി വെർബ് ബ്ലോ ചെയ്തു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സ്ട്രോങ്ലി, സോ സ്ട്രോങ്ലി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ബ്ലോയിങ് സോ സ്ട്രോങ്ലി ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്റെ തെറ്റിപ്പോയി. ഞാൻ ഇത് ഇല്ലാത്ത കാരണം അഡ്ജക്റ്റീവ്, ശരിക്കും അഡ്ജക്റ്റീവ് ഫ്രേസ് അല്ലേ അത് വരിക സെന്റൻസ്. അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് തോന്നും. പക്ഷെ അവിടെ ഐ ക്യാൻ ഹാർഡ്ലി ഹിയർ എന്ന് പറയുമ്പോൾ ഒരു വെർബായിട്ട് വരും. മനസ്സിലായോ? സെന്റൻസ് ഫുള്ള് നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, വെർബിന്റെ ഒരു മീനിങ് വരുന്നുണ്ട്, വീശുന്നു എന്നുള്ളൊരു മീനിങ്, സ്ട്രോങ് ആയി വീശുന്നു എന്നുള്ളത്. അതാണ്. അപ്പൊ നന്നായിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ആൻസർ ആയിരിക്കില്ല വരാം. കുറച്ചൊരു കൺഫ്യൂസിങ് ആക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കിട്ടും. എനിക്കത് ഡൗട്ട് വന്നു. താങ്ക് യു. താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.